ബി.ജെ.പിയിൽ വൻ അഴിച്ചുപണിയുടൻ. കെ. സുരേന്ദ്രനും അനൂപ് ആന്റണിക്കും ദേശീയ നേതൃനിരയിലേക്ക് സാധ്യത. അബ്ദുള്ളക്കുട്ടിയും അനിൽ ആന്റണിയും മാറിയേക്കും. ബി.ജെ.പിയുടെ ദേശീയ തലത്തിലുള്ള സംഘടന അഴിച്ചുപണി ഉടനെന്ന സൂചന. അമിത്ഷായുമായി ബി.ജെ.പി ദേശീയ അധ്യക്ഷൻ നിതിൻ നവീൻ അടക്കമുള്ളവർ 3 മണിക്കൂർ ചർച്ച നടത്തിയതോടെയാണ് ദേശീയ തലത്തിലുള്ള അഴിച്ചുപണി വാർത്തകളും സജീവമായത്. കേരളത്തിൽ നിന്നുള്ളവരെ അടക്കം സംഘടനാ ചുമതലയിൽ വലിയ മാറ്റത്തിൽ സാധ്യതയുണ്ടെന്നാണ് സൂചന. നിലവിലെ ദേശീയ ഉപാധ്യക്ഷൻ അബ്ദുള്ളക്കുട്ടിയും ദേശീയ സെക്രട്ടറി അനിൽ ആന്റണിയും മാറിയേക്കും. മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രനും അനൂപ് ആന്റണിയും ദേശീയ ചുമതലയിലേക്ക് വരുമോ എന്നതിൽ ആകാംക്ഷയും സജീവമാണ്. ഇതിനൊപ്പം തന്നെ കേന്ദ്രമന്ത്രി സ്ഥാനമൊഴിഞ്ഞ ജോർജ് കുര്യൻ്റെ ഭാവിയുടെ കാര്യത്തിലും വൈകാതെ തീരുമാനമായേക്കും. തമിഴ്നാട് ബി.ജെ.പിയിലും വൻ അഴിച്ചുപണി ഉണ്ടായിരുന്നു. വിജയ് തരംഗത്തിൽ പ്രമുഖർ തോറ്റതോടെ പലരെയും കൊണ്ടുവരാൻ ബി.ജെ.പി നീക്കം നടത്തിയെങ്കിലും ചിലതൊന്നും ഫലം കണ്ടില്ല. ഇതിനിടെ കേന്ദ്രമന്ത്രിസഭയിലും വൻ അഴിച്ചുപണിക്ക് സാധ്യത. നിർമ്മലയ്ക്ക് പകരം ശക്തികാന്ത ദാസ് ധനവകുപ്പിലേക്കോ രാഘവ് ചദ്ദയ്ക്കും സാധ്യതയോ? മോദി സർക്കാരിലെ വൻ അഴിച്ചുപണിയിൽ ആർക്കൊക്കെ പുതിയ സ്ഥാനങ്ങൾ? കേരളത്തിൽ നിന്നുള്ള സുരേഷ് ഗോപിക്ക് മാറ്റമുണ്ടാകില്ല. അതേസമയം സുരേഷ് ഗോപിയുടെ മന്ത്രാലയ സീനിയറായ ഹർദീപ് പുരിക്ക് സ്ഥാനം നഷ്ടപ്പെട്ടേക്കുമെന്നും റിപ്പോർട്ടുകൾ. പെട്രോളിയം മന്ത്രാലയത്തിലേക്ക് മറ്റൊരു സിഖ് മുഖത്തെ എത്തിക്കുമെന്നാണ് സൂചന. അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന പഞ്ചാബിന് പുനഃസംഘടനയിൽ കൂടുതൽ സ്ഥാനം കിട്ടിയേക്കും. ആം ആദ്മി പാർട്ടി വിളർത്തി ബി.ജെ.പിയിൽ ചേർന്ന രാഘവ് ചദ്ദയ്ക്കും മന്ത്രിസഭയിൽ ഇടം ലഭിച്ചേക്കും. പഞ്ചാബിൽ നിർണായക സ്വാധീനമുള്ള നേതാവാണ് ചദ്ദ. നിർമ്മല സീതാരാമനെ മാനുഷിക വിഭവശേഷി മന്ത്രാലയത്തിലേക്ക് മാറ്റിയേക്കും. മുൻ ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറും മന്ത്രിസഭയിലെത്തും. ശിവസേന ഏക്നാഥ് ഷിൻഡെ നേതാവ് ശ്രീകാന്ത് ഷിൻഡെയും കേന്ദ്രമന്ത്രിയായേക്കും. തൃണമൂൽ കോൺഗ്രസിൽ നിന്നും ബി.ജെ.പിയിലെത്തിയ സുഖേന്ദു ശേഖർ റായും മന്ത്രിയാകാൻ സാധ്യതയുണ്ട്. അടുത്ത വർഷം നിർണായക തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഉത്തർപ്രദേശിന് കൂടുതൽ മന്ത്രിസ്ഥാനങ്ങൾ കിട്ടുമെന്നാണ് സൂചന. കേരളത്തിൽ നിന്ന് മറ്റാർക്കും മന്ത്രിസ്ഥാനം നൽകിയേക്കില്ലെന്നും എന്നാൽ ചിലരുടെ പേരുകൾ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്.